ഹേ ബഡീസ്, ഞാനൊന്ന് കുറച്ച് സ്കിൻ കെയർ പ്രോഡക്ട്സ് ഓൺലൈനിൽ നിന്ന് മേടിച്ചു. അപ്പോൾ ഞാൻ അത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടൊരു വീഡിയോ എടുക്കുക. അങ്ങനെ പ്രത്യേകിച്ച് സംഭവമൊന്നുമില്ല. ഞാൻ യൂഷ്വലി മേടിക്കുന്ന സൺസ്ക്രീൻ, പക്ഷേ ഫേസ് വാഷ് ആൻഡ് സെറം പുതിയതാണ്. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾ കാണിച്ചു തരാം. ഇത് ഓൾറെഡി അൺബോക്സ് ചെയ്താൽ തന്നത്, ഡെലിവറി ഓപ്പൺ ബോക്സ് ഡെലിവറി ആയിരുന്നു. ഓക്കെ, ഇത് UV ഡോക്സിൻ്റെ സൺസ്ക്രീനാണ്. SPF 50+ ഉണ്ട്. ഇത് ഞാൻ ഒത്തിരി വർഷമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. എനിക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നെയാണ്. നമുക്കിത് പൊട്ടിക്കാം. എന്തല്ലേ, ഞാൻ ഒറ്റയ്ക്ക് ടൈം സ്പെൻഡ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇങ്ങനെ ഒത്തിരി സ്പെൻഡ് ചെയ്താൽ ഭ്രാന്തായി തോന്നും. ഇപ്പോൾ യൂട്യൂബൊക്കെ ഉള്ളത് കൊണ്ട് നമുക്കിതുപോലെ നമ്മളോട് തന്നെ സംസാരിക്കാം. ഞാൻ നോർമലി കണ്ണാടി നോക്കി സംസാരിക്കുന്നത് ഇതുപോലെ വീഡിയോ നോക്കി സംസാരിക്കുന്നത് രസമുണ്ട്. ഓക്കെ, ഇതിപ്പോൾ എൻ്റെ എത്രാമത്തെ പാക്കാണെന്ന് എനിക്കറിയില്ല. അത്രയും തവണ ഞാനിത് മേടിച്ചിട്ടുണ്ട്. എനിക്ക് ഒത്തിരി വർഷമായിട്ട് ഞാൻ കുഞ്ഞിലേ തൊട്ടേ ഇപ്പോൾ സ്കിൻ കെയറിൽ കാണിക്കുമ്പം എൻ്റെ സ്കിന്നിന് അവർ ഈ സൺസ്ക്രീൻ തന്നെയാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ, അതെൻ്റെ ഫസ്റ്റ് ടൈം ഞാൻ മേടിക്കുന്നതല്ല. ഇത് ഇപ്പോൾ കഴിഞ്ഞ ഒരു പ്രൊഡക്റ്റാണ്. തീർന്നിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തത്. എപ്പോഴും വിചാരിക്കും തീരുന്നതിന് മുന്നേ ഓർഡർ ചെയ്യണം, പക്ഷെ ഒരിക്കലും ചെയ്യാറില്ല. ഇനി നമുക്ക് നെക്സ്റ്റ് ബോക്സ് പൊട്ടിക്കാം. ഇതിന് ഓപ്പൺ ബോക്സ് ഡെലിവറി അല്ലായിരുന്നു. ഒരു ഫേസ് വാഷ്, ഒരു സെറമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഞാൻ ഫസ്റ്റ് ടൈമാണ് പിലിഗ്രിമിൻ്റെ ഒരു പ്രോഡക്റ്റ് മേടിക്കുന്നത്. യൂസ് ചെയ്തിട്ടുണ്ട്, എപ്പോഴും എൻ്റെ അനിയത്ത് മേടിക്കും. ഞാൻ അതിൽ നിന്ന് കട്ടെടുക്കാറുണ്ട്. പക്ഷെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. ഇത് കൊറിയൻ റൈസ് വാട്ടർ ഹൈഡ്രാ ഗ്ലോ ജെൽ ഫേസ് വാഷാണ്. കാണാനൊക്കെ നല്ല രസമുണ്ട്, നല്ല ബ്ലൂ കളറിൽ കൊള്ളാം. ഇനി യൂസ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറയാം. നെക്സ്റ്റ് ഈ ഐറ്റം ഫോക്സ് ടെയിലിൻ്റെ സെറം. ഞാൻ വർഷങ്ങളായിട്ടെന്ന് പറയാൻ പറ്റില്ല, മീൻസ് 1.5 വർഷമായിട്ട് ഞാനിങ്ങനെ എപ്പോഴും ഈ പ്രോഡക്റ്റ് കണ്ടാൽ ഞാൻ യൂട്യൂബിലെല്ലാം റിവ്യൂസ് നോക്കും. അതായത് ഇത് കൊള്ളാവോ. അപ്പം ഒരു ലോഡ് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. വീഡിയോസിലെന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഈ സാധനം കാണിക്കും, എങ്ങനെ അവർ കയ്യിൽ ജസ്റ്റ് ടച്ച് ചെയ്യാണ്ടൊക്കെ അപ്ലൈ ചെയ്തിട്ട് എന്തോ മേക്കപ്പ് എല്ലാം ചെയ്തിട്ട് ഓക്കെ പിമ്പിൾസ് എല്ലാം പോയി എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യും. അപ്പോൾ അതിൻ്റെ ജെന്യൂനിറ്റി എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പം സ്വന്തമായിട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ 10 ml ഒരു ബോട്ടിൽ മേടിച്ചത്. കാര്യം ആദ്യമേ വലിയ ബോട്ടിൽ മേടിച്ചിട്ട് അവസാനം പണി പാളിയാലോ. സോ ഇത് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് എന്തായാലും റിവ്യൂ അപ്ലോഡ് ചെയ്യും. ഇനിയിപ്പോൾ എന്തായാലും സ്കിൻ കെയർ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. ഞാൻ നോർമലി യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സും കൂടി കാണിക്കാം. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ, ഹൈഡ്രാലൈറ്റ് ജെൽ. ഇത് ഡോക്ടർ സ്കിൻ കെയർ എന്ന് തന്നെ പ്രിസ്ക്രൈബ് ചെയ്തതാണ്. ഫസ്റ്റ് ഇത് അപ്ലൈ ചെയ്യുന്നു, പിന്നെ ഇത് തന്നെയാണ്. വേറെ പ്രത്യേകിച്ചൊന്നും യൂസ് ചെയ്യാറില്ല. പിന്നെ ഞാൻ മുന്നേ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സെറം, രാത്രി യൂസ് ചെയ്തുകൊണ്ടിരുന്ന സെറം എന്ന് പറയുന്നത് ഈ പ്ലമ്മിൻ്റെ ആണ്. ഇത് അത്യാവശ്യം കുഴപ്പമില്ല, പക്ഷെ എനിക്ക് വലിയ ഡിഫറൻസ് ഒന്നും തോന്നിയിട്ടില്ല. എന്നാലും യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷേ ഇത് എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട. പക്ഷെ ഇത് ഡോക്ടർ പ്രിസ്ക്രിപ്ഷനിൽ മാത്രമേ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. സ്കിൻ ഗ്ലസിൻ്റെ ഇത് അത്യാവശ്യം മുഖത്ത് പാടുകളൊക്കെ പോകാൻ, എല്ലാ ടൈപ്പ് പാടുകളല്ല. എനിക്കെന്ന് പറയുമ്പോൾ type 3 സ്കിന്നാണ്. അപ്പം എൻ്റെ ഫേസിൽ ഇടയ്ക്കിടയ്ക്ക് പെട്ടെന്ന് സൺസ്പോട്ടുകൾ വരും. സൺസ്പോട്ട് പിഗ്മെൻറ്റേഷൻ എന്നാണ് അത് പറയുന്നത്. കണ്ണിൻ്റെ ഇവിടെ, അതുപോലെ കവിളിൻ്റെ ഈ സൈഡിനൊക്കെ. ഈ വീഡിയോയിൽ കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നന്നായിട്ടുണ്ട്. മുന്നേ ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ തേച്ചിട്ട് അത് അത്യാവശ്യം മാറിയിട്ടുണ്ട്. പിന്നെ ഞാൻ പിലിഗ്രിമിൻ്റെ ഒരു പ്രോഡക്റ്റ്സ് മുമ്പ് മേടിച്ചിട്ടില്ല എന്ന് പറഞ്ഞില്ലേ, അത് അനിയത്തിയുടെ ഒന്ന് കട്ടെടുത്ത സാധനം, ഒരു സൺസ്ക്രീൻ.
പക്ഷേ നല്ല ഇതിലൊരു ടിൻറ്റുണ്ട്, എനിക്ക് ആ ടിൻറ്റ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നല്ല സ്മെല്ലുണ്ട്, നല്ലൊരു എനിക്ക് നല്ല ഇഷ്ടമാണ് അങ്ങനത്തെ ഒരു സെൻറ്റ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ അധികം യൂസ് ചെയ്യാറില്ല, കാര്യം എനിക്ക് ഇത് ബോഡി ലോഷനാണ്, കെമിസ്റ്റ് പ്ലെയിൻ്റെ ബോഡി ലോഷൻ. നല്ല നല്ല സ്മെല്ലാണ്. ഇതും അനിയത്തിയുടെ കയ്യിലിരിക്കുന്നത് കണ്ടിട്ട് ഞാൻ മേടിച്ചതാണ്. അത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ മേടിച്ചതാണ്, പക്ഷേ ഇദ്ദേഹത്തെ ഒത്തിരി ഒട്ടുന്നത് എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ അധികം യൂസ് ചെയ്യാറില്ല. ഞാൻ പൊതുവെ നന്നായിട്ട് വീർക്കുന്ന ഒരു വ്യക്തിയാണ്, അപ്പം യൂസ് ചെയ്യാൻ പറ്റാറില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ അനദർ സെറം ഞാൻ മുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്, ഹൈഫണ്ടത്. വലിയ കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റും. ഇപ്പം പ്ലമ്മും ഇത് തമ്മിൽ എനിക്ക് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ഹൈഫണാന്ന് പറയാൻ പറ്റും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എന്തോ കുറച്ച് മാറ്റം ഈ പെട്ടെന്ന് ഈ മുഖക്കുരുവൊക്കെ വന്ന് പാടുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഇതൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ചെറിയൊരു നമ്മൾ നോർമലി നമ്മുടെ സ്കിൻ തനിയെ ഹീൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഏത് സെറം യൂസ് ചെയ്താലും ഇപ്പം എനിക്ക് നല്ല മുഖക്കുരു ഉണ്ടായിരുന്നു, നെറ്റിയിൽ കവിളിൽ ഫുള്ള് മുഖക്കുരുകളുണ്ടായിരുന്നു. പക്ഷേ തനിയെ ഞാൻ ആ സമയത്തൊന്നും പിന്നെ സെറം ഒന്നും യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഇനി എന്തെങ്കിലും ചെയ്തിട്ട് കൂടുമെന്നൊക്കെ. അപ്പോൾ ഞാൻ വെറുതെ അങ്ങ് വിട്ടു, എങ്ങനെയാണോ പോവട്ടെ എന്നൊക്കെ വെച്ച്. ആകെ നെറ്റിയിലുള്ള മുഖക്കുരുക്കൾ മാറാൻ വേണ്ടി, അത് താരൻ്റെ റിയാക്ഷനാണല്ലോ നോർമലി ഈ നെറ്റിയിൽ മുഖക്കുരു വരുന്നത്. അപ്പോൾ ഞാൻ ഷാമ്പു കീറ്റോകനോസറിൻ്റെ ഷാമ്പു മാത്രം തേച്ചു, വേറെയൊക്കെ അങ്ങനെ തന്നെ വിട്ടു. തനിയെ അത്യാവശ്യം മുഖക്കുരുവൊക്കെ മാറിയിട്ടുണ്ട്. ഞാൻ മുമ്പ് എൻ്റെ സ്കിൻ എങ്ങനെയാണ് ഇരുന്നത്, ഒരു 3 മാസം ഒന്നുമില്ല ടൈം ഞാൻ ഇട്ടേക്കാം. അപ്പോൾ മുമ്പ് എൻ്റെ സ്കിൻ എങ്ങനെയാണ് ഇരുന്നത്, ഇപ്പം എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം ഞാൻ പോയി ഫുഡ് കഴിക്കട്ടെ. ആൻഡ് വ്യൂവേഴ്സ്, പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് സപ്പോർട്ട് മീ. ഓക്കെ, അപ്പം ഞാൻ ഇനിയും വീഡിയോസായിട്ട് പിന്നെ വരാം.